ദുനിയാവിനോട് ഹുബ്ബ് കൂടുതലായി തലയിൽ കയറിയാൽ, ആഖിറം മറന്നു പോകുന്ന രീതിയിൽ ദുനിയാവുണ്ടായാൽ അയാൾ ആഖിബത്ത് പോകും. അതാണ് എല്ലാ ഇമാമിങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ദുനിയാവിൽ ഉള്ള ഓരോ വസ്തുക്കളും നമുക്ക് അള്ളാഹു തന്നത് ആഖിറം വാങ്ങാനും സ്വർഗം മനോഹരമാക്കാനും ഖബർ വെളിച്ചാക്കാനും. അള്ളാഹു എന്തിനാ നമുക്ക് ഭാര്യനെ തന്നത്? വേറെ പെണ്ണിനെ നോക്കാണ്ടിരിക്കാൻ. അതെന്താ കാര്യം? ആഖിറം മനോഹരാക്കാൻ. മക്കളെ തന്ന എന്തിനാ? നമ്മളെ ശേഷാണ് മക്കൾ ജീവിച്ച് മരിക്കുന്നതെങ്കിൽ ആ മക്കളെ ദുആ കൊണ്ട് നമ്മളെ ഖബർ സ്വർഗാകാൻ. കണ്ട, ഇനി നമ്മളെ മുന്നെയാണ് ചെറുപ്പത്തിലെ മക്കൾ മരിക്കുന്നതെങ്കിൽ സ്വർഗത്തിലേക്ക് വിരുന്ന സ്വത്തായിട്ട് നമ്മളെ കാത്തുക്കാൻ. കണ്ട, ഭാര്യനെ തന്നത് സ്വർഗം വാങ്ങാൻ, മക്കളെ തന്നത് സ്വർഗം വാങ്ങാൻ. സമ്പത്ത് തന്നതോ വജാദൂ ബിഅംവാലിൻ വബാഊ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അങ്ങനെ സമ്പത്ത് ചെലവാക്കിയിട്ട് സ്വർഗം വാങ്ങി. ഉസ്മാൻ റളിയല്ലാഹു സമ്പത്ത് കൊടുത്തിട്ട് സ്വർഗം വാങ്ങി. കേട്ടോ, ആരോഗ്യം തന്നെ എന്തിനാ? ബദരീങ്ങൾ സ്വർഗം വാങ്ങിയ പോലെ ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങണം, ഇബാദത്ത് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടത് ചെറുപ്പക്കാരാണ്. പശു ഏറ്റവും കൂടുതൽ പാല് തരത്തെപ്പോഴാ? യുവത്ത കാലത്തല്ലേ. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരത്തോ? യുവത്ത കാലത്തല്ലേ. നമ്മളെ നാട്ടില് പള്ളിയിൽ കൂടുതലുള്ളത് വയസ്സന്മാർ. കണ്ട, ആരോഗ്യം എന്നത് അതിനാണ്. വണ്ടി എന്ന എന്തിനാ? കുറെ ആവശ്യങ്ങൾ പരിഹരിക്കണം. പാവങ്ങളുടെ വേഗം ജമാഅത്തിനെത്തണം. ഉറൂസ് പരിപാടികൾ, ദിക്ർ മജ്ലിസുകളൊക്കെ വണ്ടി ഇല്ലാത്തതിന്റെ പേരിൽ പോകാതിരിക്കണ്ട. കണ്ടോ, കണ്ടങ്ങള് ഏത് കാര്യവും അള്ളാഹു തരുന്ന നമ്മുടെ ആഖിറം വെളിച്ചാവാൻ വേണ്ടിയിട്ടാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ കാണാം, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിനക്ക് ഞാൻ തന്ന ദുനിയാവ് കൊണ്ട് സ്വർഗം വാങ്ങണം എന്നാണ് ആയത്തിന്റെ അർത്ഥം. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടുമോ? സമ്പത്ത് കൊണ്ട് ഞാൻ സ്വർഗം വാങ്ങാറുണ്ടോ? ശരിക്കും പറഞ്ഞാല് ഒരു സ്വതക്ക ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാല് 25 പിശാചുക്കൾ അയാളെ കൈ പിടിച്ചു നോക്കുന്നു. 25 പിശാചുക്കൾ എല്ലാം മുന്നേ നീ അപ്പൊ 5-ാം തീയതിന്റെ കുറിന്റെ പൈസ ഇടുന്ന കൊടുക്കല് എന്നുള്ള ചിന്ത വരും. ശരിക്കും സ്വതക്ക കൂടുതൽ കൂലി എപ്പോഴും ഉണ്ടാവില്ലെന്നറിയാം. ഏത് സ്വതക്ക കൂടുതൽ കൂലി ഉണ്ടാവുക? 2 കാര്യങ്ങളുണ്ട് ഹദീസില്. നിനക്ക് ആരോഗ്യം ഉണ്ടാവുമ്പോൾ സ്വതക്ക കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ കൂലി ഉണ്ടാവുക. പിരിവിന് പോയി കൊടുത്തിട്ടില്ല, മറ്റേ പോയി കൊടുത്തിട്ടില്ല, ടൈറ്റ് ആണ്, ഡള്ളാണ്, ബിസിനസ് കുറച്ച് പ്രശ്നമാണ്, മൊത്തത്തിലെല്ലാ കച്ചവടം ഇല്ല, അങ്ങനെ 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 ഓരോ ന്യായം പറഞ്ഞു. ലാസ്റ്റ് മൂപ്പർക്ക് എന്തോ സ്ട്രോക്കോ സഫോക്കേഷനോ എന്തോ നെഞ്ചുവേദനയോ എന്തോ വേറെന്തോ പ്രശ്നമൊക്കെ ആയി. ബേബിയിലെ ആസ്റ്റർ മിംസിലെ കൊണ്ടുപോയി ഏനപ്പോയിലെ എവിടെയോ എത്തിച്ച് ഡോക്ടർമാർ കുടുംബക്കാര് ഗൾഫ് മക്കളൊക്കെ വിളിച്ച് വന്നോളി എന്നൊക്കെ പറഞ്ഞ് സിഗ്നൽ വന്ന്, റെഡ് സിഗ്നൽ. ഇത് മക്കളോട് പറയുന്നത് ഉപ്പ അറിയാണ്ട് എങ്ങനെയോ കേട്ടുപോയി. തിരിച്ച് വണ്ടിയിൽ കൊണ്ടുവരുമ്പോ മോനെ ആ പള്ളീന്റെ അടുത്തുള്ള 10 സെന്റ് പള്ളിക്ക് കൊടുത്ത എന്ന് പറയുന്നതിന് വലിയ കൂലിയില്ല. പണ്ടത് തരോന്ന് കമ്മിറ്റിക്കാർ കരഞ്ഞ് ചോദിച്ചിന്. മദ്രസന്റെ വികസനത്തിന് കൊടുത്തിട്ടില്ല. ഇപ്പൊ മൂപ്പര് ആരോഗ്യം ഉണ്ടാവുമ്പോ കൊടുക്കണം. ആ സ്വതക്കന്റെ പവറാ. 2 ഹദീസിന്റെ പ്രയോഗം നോക്കണം. ആ സ്വതക്ക നീ ചെയ്താൽ നിനക്ക് വേറൊരാവശ്യം വീട്ടാൻ കഴിയൂലേ എന്ന് പേടിക്കുന്ന സമയത്ത് കൊടുക്കണം. ഇപ്പൊ ഇത് കൊടുത്താൽ 5-ാം തീയതിന്റെ കുറി, വാടക, മറ്റേ വീട്ടിലേക്കുള്ള സാധനം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ കൊടുക്കാൻ കഴിയൂലേ. 2 ലക്ഷം മൂപ്പരെ മേലുണ്ട്. പക്ഷെ മൂപ്പര് എന്തെല്ലോ കണക്കൂട്ടിയിട്ട് ഇത് കൊടുത്ത ഇടങ്ങ് കമ്മിയായി പോകുമെന്ന് പേടിച്ചിട്ട് ഒരു കൊടുക്കുന്നില്ല. അന്നേരം കൊടുക്കണ്ടി, കുറിയല്ല എന്നേരം അല്ല തരൂ. ഇതുവരെ മുടങ്ങിയിട്ടില്ലല്ലോ, കൊടുക്കണം. ആ സ്വതക്ക കൂടുതൽ കൂലിയിട്ട്. അല്ലാണ്ട് എന്തല്ല, കല്യാണത്തിന് ഹാജിക്ക ദർസിലെ 13 മുത്താലിങ്ങളെ വിളിച്ചിട്ടില്ല. എന്താ കാരണം? ചെറുതായിട്ടേ കല്യാണം നടത്തുന്നുള്ളൂ. എത്ര ആളെ കല്യാണം? 1200 ആള്. ചെറുത് കേട്ടോ. 1200 ആളെ കല്യാണത്തിന്റെ പേരെന്ത് ചെയ്യാനിട്ടെ? ചെറിയ കല്യാണം. അങ്ങനെയുണ്ട്. ചില ആൾ എന്ത് പറയുമ്പോൾ ചെറുതെന്ന് പറയും.
എന്താ ജോലി? ചെറിയൊരു ബിസിനസ് ഉസ്താദ്. ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ റാസൽ ഖൈമയിലും ഫുജേറിയിലും അല്ലയിലും ഉണ്ട്. കുവൈത്തിൽ ചെറിയൊരു ബിസിനസ് ഉണ്ട്. ടോട്ടൽ സ്റ്റാഫ് 188. ചെറുതട്ടാ, പിരിവയോയിക്കോന്ന് പേടിച്ചിട്ടാ ചെറുത് എന്ന് പറഞ്ഞത്. എന്താ ജോലി? ഞാൻ ഒരു ചെറിയ ഓട്ടർഷ ഓടിക്കുന്നു. ഏത്? ആ 5 ഉറുപ്പ്യന്റെ ജീരകുട്ടായിടുന്ന ഓട്ടർഷ ആയിരിക്കും അല്ലെ. എവിടെ പോന്ന്? അവിടെ ഒരു ചെറിയ മരണം നടന്നിന്. മരണം ഉണ്ടാ ചെറുത്. അസ്രായേൽ പേടി പിടിച്ചിട്ട് വരുമോ? ചെറുതാ. ഒരിക്കലും സായിതയായി ജീവിക്കരുത്. വെറുതെ അനാവശ്യമാണ് ആ ചെറുത് എന്നുള്ള പ്രയോഗം. ചെറുതോ? അതേപോലെ ആജിഖാന്റെ മോളെ കല്യാണം ചെറുത് 1300 ആളാണ്. എന്നിട്ട് 13 മുത്താലിങ്ങളെ വിളിക്കാൻ ഒരിക്കൽ കഴിഞ്ഞിട്ടില്ല. കല്യാണം ഏകദേശം ഫിനിഷായി. 3:30 ആവുകൊണ്ട് പള്ളി സെക്രട്ടറിനെ ആചാര്യ വിളിക്കണം. പിന്നെ മുത്താലിങ്ങളുടെ രാത്രത്തെ ഫുഡ് എന്താ ആക്കിയത്? ഇന്നെന്താ ഫുഡ്? ചപ്പാത്തി. അല്ലോ പാവങ്ങൾ ചപ്പാത്തിയല്ലോ. നമുക്ക് ഇന്നൊരു ബിരിയാണി കൊടുത്താൽ ആ സംഭവം എന്ന് പറഞ്ഞാൽ 1300 ആളെ കല്യാണത്തിന് 1100 ആളെ വന്നിട്ടുള്ളൂ. അരച്ചമ്പ് ബിരിയാണി ബാക്കിയുണ്ട്. ഇത് കിടങ്ങ് തട്ടണല്ല. ഇപ്പൊ ഒരു മുത്താലിയും ഇഷ്ടം. അതിന് കൂലി എത്ര കിട്ടലെന്ന് ആരോട് ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യണ്ട. നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി ഇത് എത്ര കൂലി കിട്ടല് കേട്ടാ. അള്ളാനോട് ഉടായിപ്പൊന്നും വേണ്ട. ചില ആളുണ്ട് അങ്ങനെ. വീട്ടിൽ ഫുഡ് ബാക്കിയായാൽ എത്തിങ്ങാനയിലേക്ക് വിളിക്കും. ഭാര്യ പറയുന്നത് മുത്താലിങ്ങൾക്ക് ബിരിയാണി കൊടുക്കാണ്ട് നമ്മളെ മോളെ കല്യാണം എങ്ങനെ ബർക്കത്തുണ്ടായാലും. ചിന്ത. ഇതൊന്നും നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, ഈ മറ്റ് ജില്ലക്കാരെ കുറിച്ചാണ്. അവരായിട്ടും നിങ്ങൾ കണ്ടാ പറഞ്ഞു കൊടുത്തോളി. സ്വതക്ക കൊടുക്കാൻ മടി വരുന്നത് ദുനിയാവിനോട് ഹുബ്ബ് തലീകറിയുണ്ട്. സ്നേഹം. ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ പണത്തോടുള്ള ഹുബ്ബ് മാത്രമല്ല. ശരിക്കും പണത്തോടുള്ള മത്സരിക്കലാണ്. സ്ഥാനം വേണ്ടത്. സ്ഥാനം കുറേ സംഭാവന കൊടുത്തിന്. അപ്പൊ ഉസ്താമാരെല്ലാം ഞാൻ അവിടെ കാണാൻ പോയാൽ എനിക്ക് അർഹമായ സ്ഥാനം വേണം. സ്ഥാനം. ഞാൻ ആ സ്ഥാപനത്തിൽ പോകാറില്ല. ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാൻ അവർക്കറിയില്ല. അതിന്റെ ബ്രാക്കറ്റിൽ മഹാനായ എന്നെ ബഹുമാനിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ അർത്ഥം. എന്തൊരു വൃത്തികേട്. ബഹുമാനിക്കാൻ വേണ്ടി സ്വതക്ക കൊടുക്കലാണോ ഇസ്ലാം? നിങ്ങൾക്കറിയോ? സ്വതക്ക നമ്മളടുത്തുനിന്ന് കിട്ടിയ ഒരാള് നമ്മളെ പിന്നീട് മെയിൻറ്റാക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളെ സ്വതക്ക ബാത്തിലാവുന്നു. പഠിക്കുന്ന ഒരു കുട്ടി നമ്മളടുത്താണ് 5 കൊല്ലം രാത്രി ഉച്ച ഭക്ഷണം ഉണ്ടായത്. ആ കുട്ടി പഠിച്ച് വളർന്ന് വലുതായി വലിയ സഖാഫിയായി സംഘടനാ ലീഡറായി. പിന്നീട് 10-12 കൊല്ലത്തിന് ശേഷം ഈ ഭാഗത്ത് എടി ഒരു പ്രഭാഷണത്തിന് വന്നപ്പോൾ നമ്മളെ കണ്ടിട്ടും മൂപ്പര് ഏതോ ചെന്നൈ മെയിലിനോ തിരുവനന്തപുരം എക്സ്പ്രസിനോ അല്ല വന്ദേ ഭാരത് കാസർഗോഡ് കയറാനോ സ്പീഡിൽ പോയതായിരിക്കും. നമ്മൾ അയാളെ കണ്ടാലും അയാളെ ചിലപ്പോൾ നമ്മളെ കണ്ടോളന്നില്ല. അതിന്റെ പേരിൽ നമുക്ക് ഭയങ്കര അമർഷം. മെയിൻ്റെ ആക്കിയില്ല. എന്റെ ഉപരി ഡയലോഗ് എന്തായിരിക്കും ഉണ്ടായിരുന്നോ? 5 കൊല്ലം 5 കൊല്ലം. എന്താ കൊല്ലം? എലക്ഷൻ അല്ല. എന്റെ അടുത്ത് നിന്നല്ലേ ഫുഡ് കഴിച്ചിന്. അതിന്റെ അർത്ഥം എന്നാ? ആ ഫുഡ് കൊടുത്തിട്ട് എന്താ മെയിൻ്റെ ആക്കാത്തേ? മെയിൻ്റെ ആക്കാനാണോ നമ്മള് സ്വതക്ക കൊടുക്കണത്? അല്ല. ബഹുമാനം കിട്ടാനാണോ സ്വതക്ക കൊടുക്കണത്? അല്ല. അതൊന്നുമല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബീബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്ര ലോകത്തൊരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരിക്കും എന്താ ചെയ്യേണ്ടത്? ചിരിക്കണം. സ്റ്റേജ് വന്ന് അൽഹംദുലില്ലാഹ് അങ്ങനെ പറയാൻ വേണ്ട അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിക്കല്ല വേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്താ സിദ്ദീഖേ കരയണത്? മുത്തുനബി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറയണ്ടില്ലായിരുന്നു. കാരണം അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നും ഇല്ലല്ലോ. അബൂബക്കർ എന്നെ മുത്തുനബിക്കുള്ളതാണ്. പിന്നെന്തിനാ അബൂബക്കറിന്റെ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറഞ്ഞത്? അബൂബക്കറിന് ഒന്നും ഇല്ലല്ലോ. അബൂബക്കറിനെ തന്നെ തങ്ങൾക്ക് ഞാൻ തന്നില്ലേ, എന്നെ തന്നെ തങ്ങൾ എടുത്തോളി. പിന്നെന്തിനാണ് ആജിക്ക് അടുത്ത കൊല്ലം സംഭാവന കൊടുക്കാത്തത്? കഴിഞ്ഞ കൊല്ലത്തെ സംഭാവനന്റെ പേര് പറയാത്തോണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് പേര് പറഞ്ഞോണ്ട്. നമ്മളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കി.